അതിവാർത്താ ദിനത്തിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. വയനാട് പനമരം ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവ മേച്ചേരിക്കുന്ന് ഭാഗത്ത് നിലയുറപ്പിച്ചിരിക്കുകയാണെന്ന് വനം വകുപ്പ്. ആളുകൾ പുറത്തിറങ്ങരുതെന്ന് പോലീസിന്റെ കർശന നിർദ്ദേശമുണ്ട്. കടുവയുടെ ദൃശ്യങ്ങൾ 24 ലഭിച്ചു. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങൾ നൽകും വയനാട്ടിൽ നിന്ന്. സുർജിത്ത്, ഈ കടുവ ആ ജനവാസ മേഖലയിൽ തുടരുകയാണ്. ജനങ്ങൾ വലിയ ആശങ്കയിലായിരിക്കും. വനം വകുപ്പ് എന്തൊക്കെ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്? അവിടെ കർശനമായ നിരീക്ഷണ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരിക്കുമല്ലോ സ്വാഭാവികമായും, അല്ലേ? വിജയകുമാർ, ഇന്ന് രാവിലെ മുതൽ തന്നെ ദൗത്യം വനംവകുപ്പ് പുനരാരംഭിച്ചിരുന്നു. ഈ ഘട്ടത്തിലാണ് ഈ മേച്ചേരിക്കുന്ന് എന്ന് പറയുന്ന പ്രദേശമുണ്ട്. ആ പ്രദേശത്തിന് തൊട്ടപ്പുറത്ത് പുളിക്കൽ, അതായത് ഒരു വയലിലൂടെ റോഡ് മുറിച്ചു പോകുന്ന ഒരു അവസ്ഥയാണുള്ളത്. അതിൻ്റെ തൊട്ട് എതിർഭാഗത്ത്, മേച്ചേരിക്കുന്ന് ഭാഗത്തിൻ്റെ എതിർഭാഗത്താണ് ഒരു കൊല്ലി പോലെയുള്ള സ്ഥലം. അതായത് കാടും മറ്റും നിറഞ്ഞ ഒരു സ്ഥലമാണിത്. വയലിനുള്ളിൽ തന്നെയാണ്. അതിനകത്ത് കടുവ സാന്നിധ്യമുണ്ടെന്നുള്ള വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ വനംവകുപ്പ് പരിശോധന നടത്തി. കാൽപ്പാടുകളടക്കം കണ്ടെത്തിയിരുന്നു. പരിശോധന നടത്തിയ ഘട്ടത്തിലാണ്, ഡ്രോൺ ഉപയോഗിച്ചാണ് പരിശോധന നടത്തിയത്. അതിൽ കൃത്യമായ രീതിയിൽ തന്നെ കടുവയുടെ സാന്നിധ്യം കണ്ടു. അതിനുശേഷം വനംവകുപ്പ് പകൽ സമയത്തൊന്നും ഒരു ഓപ്പറേഷനും മുതിർന്നില്ല. പ്രധാനമായും ഇതിനെ കാട് കയറ്റുക എന്നുള്ള ദൗത്യം നടപ്പാക്കാനുള്ള തീരുമാനത്തിലേക്കാണ് വനംവകുപ്പ് എത്തിയത്. അതായത് ഈ പ്രദേശത്തിന്റെ തൊട്ട് അടുത്തു തന്നെയാണ് നീർവാരം, അമ്മാനി ഉൾപ്പെടെയുള്ള പാതിരി വനമേഖല. ആ വനമേഖലയിലേക്ക് ഇതിനെ തുരത്തുക എന്നുള്ളതായിരുന്നു ദൗത്യം. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ വനംവകുപ്പ് തുടങ്ങിയത് രാത്രിയിലാണ്. ഇരുട്ട് വീണ ഉടൻ തന്നെ ആ ദൗത്യം ആരംഭിച്ചു. ഇതിനിടയിൽ ആദ്യഘട്ടത്തിൽ ഈ ദൗത്യം ആരംഭിച്ച ഘട്ടത്തിൽ അതിനെ ആദ്യം പടക്കം പൊട്ടിച്ചു. ഇതിനിടയിൽ ഒരാൾ വയലിലേക്ക് ഇറങ്ങി എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ തൽക്കാലത്തേക്ക് ദൗത്യം നിർത്തിവെച്ചു. പിന്നീട് 8:20 കൂടിയാണ് ദൗത്യം പുനരാരംഭിക്കുന്നത്. വീണ്ടും പടക്കം പൊട്ടിച്ചു. പടക്കം പൊട്ടിച്ചപ്പോൾ ഇത് പോയത് ഈ വനമേഖല ആ റൂട്ടിലല്ല ഇത് പോയത്, നേരെ എതിർഭാഗത്താണ്. അതായത് ഈ പുളിക്കൽ ഭാഗത്ത് നിന്ന് നേരെ എതിർഭാഗത്തേക്ക് വയലിലൂടെ ചാടി വന്ന് മേച്ചേരിക്കുന്ന് എന്ന് പറയുന്ന പ്രദേശത്തേക്കാണ്. മേച്ചേരിക്കുന്ന്, എരനെല്ലൂർ ഉൾപ്പെടെയുള്ള പ്രദേശത്ത് കടുവയുടെ സാന്നിധ്യം ഉണ്ട് എന്നുള്ളതാണ് വനംവകുപ്പ് നൽകുന്ന നിർദ്ദേശം. അതുകൊണ്ട് തന്നെ ആളുകൾ പുറത്തിറങ്ങരുത് എന്നുള്ള ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയത്. ഇതിനിടയിൽ ഒരു ഇല്ലിക്കാടിന് സമീപം കടുവയെ കണ്ടു എന്നുള്ള ഉൾപ്പെടെയുള്ള അഭ്യൂഹങ്ങൾ ഉയരുന്നുണ്ട്. അതിനർത്ഥം കടുവ ജനവാസ മേഖലയിൽ ഇപ്പോഴും ഉണ്ട് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഇത് വയനാട് വൈൽഡ് ലൈഫിന് കീഴിലുള്ള 112 നമ്പർ കടുവയാണ് എന്നുള്ള സ്ഥിരീകരണം ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ദൃശ്യങ്ങളടക്കം പരിശോധിച്ചതിൽ നിന്നാണ് അത് വ്യക്തമായിട്ടുള്ളത്. അത് ആൺകടുവയാണ്. 5 വയസ്സാണ് ഈ കടുവയുടെ പ്രായം. മറ്റ് കാറ്റിൽ ലിഫ്റ്റിങ്ങോ മറ്റ് പ്രശ്നങ്ങളോ, അതായത് വളർത്തുമൃഗങ്ങളെ പിടികൂടുന്ന അടക്കമുള്ള പ്രശ്നങ്ങളില്ല. സാധാരണഗതിയിൽ വളർത്തുമൃഗങ്ങളെ പിടികൂടി അതിനുശേഷം കൂട് വയ്ക്കുക, പറ്റിക മയക്കുവെടി വെക്കുക, അങ്ങനത്തെ ഒരു ദൗത്യമാണ് നടപ്പാക്കിയിരുന്നത്. പക്ഷേ ഇവിടെ അത്തരത്തിൽ ഒരു തരത്തിലുള്ള ഒരു പ്രശ്നവും ഈ കടുവ ഉണ്ടാക്കിയിട്ടില്ല. മാത്രമല്ല പൂർണ്ണമായും ആരോഗ്യവാനായ കടുവയാണ്. ഇന്ന് വൈകിട്ട് ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ ഒരു ഉത്തരവ് ഇറങ്ങുകയും ചെയ്തു. അതായത് കാട് കയറ്റാനുള്ള ശ്രമം തുടരണം, അല്ലെങ്കിൽ അതിനെ കേജിംഗ് നടത്തണം, അതായത് കൂടിനകത്താക്കണം, അല്ലെങ്കിൽ അതും സാധ്യമായില്ലെങ്കിൽ നേരെ മയക്കുവെടി വെക്കുക എന്നുള്ള ദൗത്യത്തിലേക്ക് കടക്കണം എന്നുള്ളതാണ് പറഞ്ഞത്. പൂർണ്ണമായും ആരോഗ്യവാനായ കടുവയായതിനാൽ തന്നെ അത്തരം നടപടികളിലേക്ക് കടക്കണമെങ്കിൽ ഇതിന്റെ പ്രോട്ടോകോൾ SOP പാലിച്ചുകൊണ്ട് വേണം വനംവകുപ്പിന് ആ ദൗത്യം നടപ്പാക്കാൻ. അതാണ് പ്രതിസന്ധി. എന്തായാലും നിലവിലിപ്പോൾ 2 കുങ്കിയാനകളെ ഉൾപ്പെടെ ഇവിടേക്ക് എത്തിച്ചിരുന്നു. പക്ഷേ ഇനി കടുവ സാന്നിധ്യം വീണ്ടും ജനവാസ മേഖലയിലേക്ക്, അതായത് ഇതിന്റെ എതിർഭാഗത്തേക്കാണ് വന്നത് എന്നുള്ളതാണ് ആശങ്ക പരത്തുന്നത്. തെർമൽ ഡ്രോൺ അടക്കമുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ വനംവകുപ്പ് ഇപ്പോൾ നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെ കാട് കയറ്റാനുള്ള ശ്രമം തന്നെയാണ് ആദ്യ പരിഗണന. അത് സാധ്യമായില്ലെങ്കിൽ അതിനെ കൂട്ടിലടക്കാനുള്ള ദൗത്യത്തിലേക്ക് കടക്കും. അതുമല്ലെങ്കിൽ മയക്കുവെടി വെക്കുക എന്നുള്ള ദൗത്യത്തിലേക്ക് വനംവകുപ്പ് കടക്കും. എന്തായാലും രാത്രിയിലും നിരീക്ഷണം കർശനമായ രീതിയിൽ തന്നെ വനംവകുപ്പ് പാലിക്കുന്നുണ്ട്. വയലിലൂടെ അത് ഓടി നേരെ കയറിയതൊരു തോട്ടത്തിലേക്കാണ്. ആ തോട്ടത്തിൽ നിന്ന് നേരെ ഒരു ഇല്ലിക്കാടിന് സമീപത്തേക്ക് എത്തി എന്നുള്ളതാണ്. അത് പ്രധാനപ്പെട്ട ഹൈവേ ആണ്. അതായത് മാനന്തവാടിയിൽ നിന്ന് കൽപ്പറ്റയിലേക്ക് പോകുന്ന പ്രധാനപ്പെട്ട ഹൈവേയുടെ ഓരത്തുള്ള സ്ഥലങ്ങളാണ് ഇതെല്ലാം തന്നെ. പനമരം നഗരത്തിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളാണ്. പച്ചിലക്കാടിനും പനമരത്തിനും ഇടയിലാണ് ഈ കടുവയുടെ സാന്നിധ്യമുള്ളത്. എന്തായാലും അതിനെ കാട് കയറ്റുക എന്നുള്ള ദൗത്യത്തിന് തന്നെയാണ് പ്രഥമ പരിഗണന. അതുമായി ബന്ധപ്പെട്ടും വനംവകുപ്പ് മുന്നോട്ട് പോവുകയാണ്. അത് സാധ്യമായില്ലെങ്കിൽ മയക്കുവെടി വെക്കുക എന്നുള്ള നീക്കത്തിലേക്ക് വനംവകുപ്പ് കടക്കും. വിജയകുമാർ. സുർജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിയത്. അതിനിടെ ഈ പനമരം ഗ്രാമപഞ്ചായത്തിലെ ജനവാസ മേഖലയിൽ കടുവ ഇറങ്ങിയ സാഹചര്യത്തിൽ പഞ്ചായത്തിലെ 6, 7, 8, 9, 14, 15 വാർഡുകളായ നിർവാരം, അമ്മാനി, നടവയൽ, പരിയാരം, ചുണ്ടക്കുന്ന, അരിഞ്ചേർമല ഭാഗങ്ങളിലും കണിയാമ്പറ്റ ഗ്രാമപഞ്ചായത്തിലെ 5, 6, 7, 1,
5, 6, 7, 19, 20 വാർഡുകളിലെ സ്കൂൾ, അംഗനവാടികൾ, മദ്രസ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കളക്ടർ അവധി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. പരീക്ഷകൾക്കും അവധി ബാധകമാണ്. വലിയ ജാഗ്രത ആ മേഖലയിൽ ഉണ്ടാകണമെന്ന് ഇപ്പോൾ കളക്ടർ രാത്രി വൈകിയും അറിയിക്കുന്നു. മറ്റ് റിപ്പോർട്ടുകളിലേക്ക്. വൈസ് ചാൻസലർ നിയമനത്തിൽ ഗവർണർ സർക്കാർ സമവായം. ഗവർണർ നിർദ്ദേശിച്ച ഡോക്ടർ സിസ തോമസിനെ KTU VC ആയി നിയമിച്ചു. ഡിജിറ്റൽ സർവകലാശാല VC ആയി സർക്കാർ നിർദ്ദേശിച്ച സജി ഗോപിനാഥിന്റെ നിയമനം ഗവർണർ അംഗീകരിച്ചു. ഇത് സംബന്ധിച്ച് ലോക് ഭവൻ വിജ്ഞാപനമിറക്കി. വിഷയം നാളെ സുപ്രീം കോടതി പരിഗണിക്കാനിരിക്കെയാണ് ഗവർണറുടെ ഈ നീക്കം. സുപ്രീം കോടതി നിലപാട് കടുപ്പിച്ചതിന് പിന്നാലെയാണ് ഗവർണറുടെ നിർണായകവും അസാധാരണവുമായ നീക്കം. സാങ്കേതിക സർവകലാശാല VC ആയി ഡോക്ടർ സിസ തോമസിനെയും ഡിജിറ്റൽ VC ആയി ഡോക്ടർ സജി ഗോപിനാഥിനെയും നിയമിച്ചാണ് ഗവർണർ ഉത്തരവിറക്കിയത്. മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിൽ ചർച്ച നടത്തി സമവായത്തിലെത്തുകയായിരുന്നു. ഡോക്ടർ സിസ ഗവർണറുടെ പട്ടികയിലും ഡോക്ടർ സജി മുഖ്യമന്ത്രിയുടെ പട്ടികയിലും ഉൾപ്പെട്ട വ്യക്തികളാണ്. ചുരുക്കത്തിൽ ഓരോ VC സ്ഥാനം വീതം മുഖ്യമന്ത്രിയും ഗവർണറും പങ്കിട്ടെടുത്തു എന്ന് പറയാം. ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം ഡോക്ടർ സിസ താൽക്കാലിക VC ആയി ചുമതലയേറ്റെടുത്തതോടെ സർക്കാരിന്റെ ശത്രു പട്ടികയിൽ ഉൾപ്പെടുകയായിരുന്നു. സാങ്കേതിക കാരണങ്ങൾ മാത്രം പറഞ്ഞ് മുൻ ഗവർണർ VC സ്ഥാനത്തു നിന്ന് പുറത്താക്കിയ വ്യക്തിയാണ് ഡോക്ടർ സജി ഗോപിനാഥ്. നിയമനം നടത്തിയ കാര്യം ജസ്റ്റിസ് ധൂലിയ കമ്മിറ്റി സുപ്രീം കോടതിയെ അറിയിക്കും. സുപ്രീം കോടതിയാണ് അന്തിമ തീരുമാനം നൽകേണ്ടത്. 24 തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല വെളിപ്പെടുത്തിയ വ്യവസായിയുടെ മൊഴി രേഖപ്പെടുത്തിയ SIT. ശബരിമലയിൽ നിന്നും കടത്തിയ സ്വർണം അന്താരാഷ്ട്ര സംഘത്തിന് വിറ്റു എന്നൊരു വ്യവസായി തന്നോട് പറഞ്ഞു എന്നായിരുന്നു രമേശ് ചെന്നിത്തലയുടെ ആരോപണം. രമേശ് ചെന്നിത്തല വെളിപ്പെടുത്തിയ ആരോപണങ്ങളിലെ വിവരങ്ങൾ അറിയാവുന്ന വ്യവസായിയിൽ നിന്നും SIT മൊഴി രേഖപ്പെടുത്തി. വിദേശത്തായിരുന്ന വ്യവസായിയോട് നാട്ടിലേക്കെത്താൻ ആവശ്യപ്പെട്ട ശേഷമാണ് നേരിൽ കണ്ട് വിവരങ്ങൾ ശേഖരിച്ചത്. മൊഴിയെടുത്തത് ക്രൈംബ്രാഞ്ച് ഓഫീസിൽ വെച്ചല്ല എന്നാണ് സൂചന. ആരോപണങ്ങൾക്കപ്പുറം സ്വർണ്ണക്കടത്ത് നടത്തിയതുമായി ബന്ധപ്പെട്ട തെളിവുകൾ വ്യവസായിയുടെ പക്കലുണ്ടോ എന്നാണ് SIT പരിശോധിക്കുന്നത്. ശബരിമലയിൽ നിന്ന് മോഷ്ടിച്ച സ്വർണം അന്താരാഷ്ട്ര മാർക്കറ്റിൽ അമൂല്യ വസ്തുവായി വിറ്റുവെന്ന് തനിക്കറിയാവുന്ന ഒരു വ്യവസായി തന്നോട് പറഞ്ഞുവെന്നായിരുന്നു രമേശ് ചെന്നിത്തല പറഞ്ഞത്. കോടതിയിൽ രഹസ്യമൊഴി നൽകാനും വ്യവസായി തയ്യാറാണെന്ന് SITയെ രമേശ് ചെന്നിത്തല അറിയിച്ചു. അതേസമയം സ്വർണ്ണക്കടത്ത് കേസിൽ മുൻ ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് ഉൾപ്പെടെയുള്ള മുൻ ബോർഡ് അംഗങ്ങളുടെ മൊഴിയെടുക്കാനും SIT നീക്കം തുടങ്ങി. 24 തിരുവനന്തപുരം. ശബരിമല ശ്രീകോവിലിലെ കട്ടിളപ്പാളി സ്വർണം പൊതിഞ്ഞതിന് രേഖകളുണ്ടോ എന്ന് ഹൈക്കോടതി. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് N വാസുവിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോഴായിരുന്നു കോടതിയുടെ പരാമർശം. അതേസമയം സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരിയെ SIT ചോദ്യം ചെയ്തു. കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് N വാസുവിന്റെയും അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിന്റെ ജാമ്യാപേക്ഷ വിധി പറയാൻ മാറ്റി. സ്വർണ്ണക്കൊള്ള കേസിൽ ഇന്നലെയാണ് പങ്കജ് ഭണ്ഡാരിയെ ചോദ്യം ചെയ്തത്. 2 ജീവനക്കാരെയും SIT ചോദ്യം ചെയ്ത് വിട്ടയച്ചു. സ്മാർട്ട് ക്രിയേഷനിൽ എത്തിച്ച സ്വർണ്ണപ്പാളികളിൽ നിന്ന് സ്വർണം വേർതിരിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറിയെന്നാണ് പങ്കജ് ഭണ്ഡാരിയുടെ മൊഴി. ഇതിൽ കൂടുതൽ പേരുടെ പങ്ക് സംശയിച്ചാണ് വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത്. PS പ്രശാന്ത് പ്രസിഡന്റായ ബോർഡിലെ എല്ലാ അംഗങ്ങളുടെയും മൊഴിയെടുക്കാനും നീക്കമുണ്ട്. ദ്വാരപാലക പാളികൾ കൊണ്ടുപോകാൻ അനുമതി നൽകിയത് ബോർഡിന്റെ നിർദ്ദേശപ്രകാരമെന്നായിരുന്നു തന്ത്രിയുടെ മൊഴി. നിലവിൽ PS പ്രശാന്തിന്റെ കാലത്തെ സ്വർണം പൂശൽ SITയുടെ അന്വേഷണ പരിധിയിലില്ല. അതിനിടെ കട്ടിളപ്പാളി സ്വർണം പൊതിഞ്ഞതിന് രേഖകളുണ്ടോ എന്ന് ഹൈക്കോടതി ചോദിച്ചു. പാളികൾ ചെമ്പ് പൊതിഞ്ഞെന്ന വാസുവിന്റെ വിശദീകരണത്തിലാണ് കോടതിയുടെ ചോദ്യം. N വാസുവിന്റെയും മുരാരി ബാബുവിന്റെയും ജാമ്യാപേക്ഷ വിധി പറയാൻ മാറ്റി. 24 തിരുവനന്തപുരം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വൈറലായ പാരഡി ഗാനത്തിനെതിരെ DGPക്ക് പരാതി. തിരുവാഭരണ പാത സംരക്ഷണ സമിതി ജനറൽ സെക്രട്ടറി പ്രസാദ് കുഴിക്കാലയാണ് പരാതി നൽകിയത്. പാട്ടിനെതിരെ CPM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാമും രംഗത്തു വന്നു. അയ്യപ്പ ഭക്തിഗാനത്തെ വികലമായി ഉപയോഗിച്ചുവെന്നും രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടിയാണ് പാട്ടിനെ മാറ്റി എഴുതിയതെന്നുമാണ് സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകിയ പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നത്. ഗാനത്തിലൂടെ ഭക്തരെ അപമാനിച്ചെന്നും പാട്ട് പിൻവലിക്കണമെന്നും തിരുവാഭരണ പാത സംരക്ഷണ സമിതി ജനറൽ സെക്രട്ടറി പ്രസാദ് കുഴിക്കാല ആവശ്യപ്പെട്ടു. അവഹേളനം ഇത്രയും വന്നതിന് ഇടയ്ക്ക് വീണ്ടും ഒരു പാട്ടിൽ കൂടി അവഹേളിക്കുക. കാരണം ഈ പാട്ട് പാടുന്നതിന് അറിയാം, അതിനകത്തെല്ലാം അയ്യപ്പ എന്ന് പറഞ്ഞിട്ടാണ് പാട്ട് പാടിയിരിക്കുന്നത്. നമുക്ക് ആ ഒരൊറ്റ വിഷയം മാത്രമേ ഉള്ളൂ, അയ്യപ്പൻ്റെ പേര് അതിൽ നിന്ന് മാറ്റുക. മതവികാരം വ്രണപ്പെടുത്തുന്ന തരത്തിൽ പാട്ടെഴുതിയത് ശരിയായില്ല എന്ന് പത്തനംതിട്ട CPM ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം പറഞ്ഞു. ഏത് മതത്തിൻ്റെ പ്രധാനപ്പെട്ട
ഭക്തിഗാനങ്ങളെ സംബന്ധിച്ചും പാരഡികൾ പാടില്ല. അത് മതവികാരം വ്രണപ്പെടുത്താൻ ഇടവരുത്തുന്ന കാര്യമാണ്. ഒരു കാരണവശാലും അത് അംഗീകരിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. സ്വർണ്ണക്കൊള്ളയിൽ പ്രതികരിക്കാതെ പാട്ടിനെതിരെ പരാതിയുമായി ആളുകൾ രംഗത്ത് വരുന്നതിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടെന്നാണ് കോൺഗ്രസ് വിലയിരുത്തൽ. 24 പത്തനംതിട്ട. പ്രതിപക്ഷ പ്രതിഷേധങ്ങൾക്കിടെ ദേശീയ തൊഴിലുറപ്പ് പദ്ധതി ഭേദഗതി ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചു. പദ്ധതിയുടെ പേരിൽ നിന്ന് ഗാന്ധിയെ ഒഴിവാക്കിയതിനെതിരെ പ്രതിപക്ഷം സഭയ്ക്കകത്തും പുറത്തും പ്രതിഷേധിച്ചു. ജി റാം ജിയിലൂടെ മഹാത്മാഗാന്ധിയുടെ രാമരാജ്യം സാക്ഷാത്കരിക്കാനാണ് ശ്രമിക്കുന്നതെന്ന് ബിൽ അവതരിപ്പിച്ച കേന്ദ്ര കൃഷി മന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ പറഞ്ഞു. വിവാദമായ വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ ഗ്രാമീൺ ബില്ല് കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ അവതരിപ്പിച്ച ഘട്ടത്തിൽ തന്നെ പ്രതിപക്ഷ നിരയിൽ നിന്നും പ്രതിഷേധമുയർന്നു. അധികാര വികേന്ദ്രീകരണത്തിനും ഭരണഘടനയ്ക്കും വിരുദ്ധമായ ബില്ല് പിൻവലിക്കണമെന്ന പ്രിയങ്ക ഗാന്ധി. ഗാന്ധി ചിത്രങ്ങൾ ഉയർത്തി പ്രതിപക്ഷം പ്രതിഷേധിച്ചു. ഭരണപക്ഷം എതിർത്തതോടെ ഗാന്ധി തന്റെ കുടുംബത്തിന്റേതല്ലെന്നും ഗാന്ധിജി രാഷ്ട്രത്തിന്റേതാണെന്നും പ്രിയങ്ക. महात्मा गांधी जी मेरे परिवार के नहीं थे, लेकिन मेरे परिवार जैसे ही हैं और इस पूरे देश की यही भावना है सर. മഹാത്മാഗാന്ധിയുടെ പേര് നീക്കുന്നതിനെ ശക്തമായി എതിർത്ത ശശി തരൂർ MP ഗാന്ധിജിയുടെ രാമരാജ്യം രാഷ്ട്രീയ പദ്ധതിയല്ലെന്ന് വ്യക്തമാക്കി. Mahatma Gandhi's vision of Ram Rajya was never a purely political program. It was a socio-economic blueprint rooted in the empowerment of villages, and his unwavering faith in Gram Swaraj was part of his vision of Ram Rajya. KC വേണുഗോപാൽ, NK പ്രേമചന്ദ്രൻ, സുപ്രിയ സുലെ, സൗഗത റോയ് തുടങ്ങിയ പ്രതിപക്ഷ നിരയിലെ മുതിർന്ന നേതാക്കൾ ബില്ല് അവതരണത്തെ എതിർത്തു. ജി റാം ജിയിലൂടെ മഹാത്മാഗാന്ധിയുടെ രാമരാജ്യം സാക്ഷാത്കരിക്കാനാണ് ശ്രമിക്കുന്നതെന്ന വിശദീകരണവുമായി മന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ രംഗത്ത് വന്നു. जी राम जी, विकसित भारत जी राम जी बिल 2025 को सभा में पूरा स्थापित करने की अनुमति दी जाए. ഗാന്ധി ചിത്രങ്ങളുമായി പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങിയതോടെ ബില്ല് സഭയുടെ മേശപ്പുറത്ത് വെച്ച് സഭ 1 മണിക്കൂർ നേരത്തേക്ക് പിരിഞ്ഞു. ഗാന്ധി ഹമാരാ ഹേ മുദ്രാവാക്യങ്ങളുമായി പ്രതിപക്ഷം സഭാ കവാടത്തിലും ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിലും പ്രതിഷേധിച്ചു. ബില്ല് സഭയിൽ ചർച്ചയ്ക്കെത്തുമ്പോഴും ശക്തമായി എതിർക്കുമെന്ന് പ്രതിപക്ഷം വ്യക്തമാക്കി. 24 ഡൽഹി. തദ്ദേശ തെരഞ്ഞെടുപ്പ് തോൽവിയെക്കുറിച്ച് LDFന്റെ വിശദ പരിശോധന ജനുവരിയിൽ. ഭരണവിരുദ്ധ വികാരം ഇല്ലെന്ന CPM വിലയിരുത്തലിന് പിന്നാലെയാണ് തീരുമാനം. ഓരോ പാർട്ടിയുടെയും വിലയിരുത്തലിന് ശേഷം ജനുവരി ആദ്യവാരം യോഗം ചേർന്ന ഫലം അവലോകനം ചെയ്യാമെന്ന ധാരണയിലാണ് ഇന്നത്തെ യോഗം പിരിഞ്ഞത്. തെരഞ്ഞെടുപ്പ് അവലോകനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ CPIMന്റെ വിലയിരുത്തൽ ഏറ്റുപിടിക്കുന്നതാണ് LDFലെ പതിവ്. എന്നാൽ ഭരണവിരുദ്ധ വികാരം ഉൾപ്പെടെ തോൽവിക്ക് നിദാനമായ കാര്യങ്ങളിൽ CPIക്കടക്കം വ്യത്യസ്ത നിലപാടുള്ള സാഹചര്യത്തിലാണ് തെരഞ്ഞെടുപ്പ് അവലോകനം നീട്ടിവെച്ചത്. ആഴത്തിലുള്ള പരിശോധന വേണമെന്നാണ് മുന്നണി നേതൃത്വത്തിന്റെ വിശദീകരണം. തെരഞ്ഞെടുപ്പിന്റെ ഫലം ആഴത്തിലുള്ള പരിശോധനയ്ക്ക് വിധേയമാക്കി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്തെങ്കിലും തിരുത്തലുകൾ വരുത്തേണ്ടതുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളിൽ തിരുത്തൽ വരുത്തി മുന്നോട്ട് പോവുക എന്ന നിലപാടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പൊതുവെ സ്വീകരിക്കുന്നത്. CPIM സംസ്ഥാന സമിതിക്ക് ശേഷം തോൽവിയുടെ കാരണങ്ങളിൽ നിലപാട് പറയാമെന്ന് മുഖ്യമന്ത്രിയും യോഗത്തെ അറിയിച്ചു. തോറ്റു എന്നത് വസ്തുതയാണെങ്കിലും തുടർഭരണമെന്ന ലക്ഷ്യത്തിന് ഭീഷണിയില്ല എന്നാണ് നിഗമനം. ഗവൺമെന്റ് അധികാര തുടർച്ചയിലേക്ക് പോകും എന്ന കാര്യം തർക്കമില്ല. ജനങ്ങളിൽ വന്നിട്ടുള്ള ഈ പ്രതികരണം ഞങ്ങൾ വളരെ വിശദമായി ഞങ്ങൾ പരിശോധിച്ച് ഞങ്ങളെന്ത് തിരുത്തണം എന്നാണ് ജനങ്ങൾക്ക് അഭിപ്രായമെങ്കിൽ ഞങ്ങൾ തിരുത്താൻ തയ്യാറാവും. സർക്കാർ മികച്ച രീതിയിൽ പ്രവർത്തിച്ചിട്ടും എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്നത് വിശദമായി പരിശോധിച്ച് തിരുത്തൽ നടപടികൾ കൈക്കൊള്ളണമെന്നാണ് LDFലെ ധാരണ. 24 തിരുവനന്തപുരം. മുഖ്യമന്ത്രിയെ ക്ലിഫ് ഹൗസിലെത്തി കണ്ട് നടിയെ ആക്രമിച്ച കേസിലെ അതിജീവിത നിയമപോരാട്ടത്തിൽ അതിജീവിതയ്ക്കൊപ്പം ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകി. കേസിൽ 10 ദിവസത്തിനുള്ളിൽ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകാനാണ് പ്രോസിക്യൂഷന്റെ തീരുമാനം. വിധിന്യായത്തിന്റെ കൂടുതൽ വിവരങ്ങളും പുറത്തുവന്നു. ഇന്ന് വൈകുന്നേരമാണ് അതിജീവിത മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ എത്തിയത്. പിണറായി വിജയനുമായി അതിജീവിത 20 മിനിറ്റ് കൂടിക്കാഴ്ച നടത്തി. സർക്കാർ ഒപ്പമുണ്ടെന്ന് മുഖ്യമന്ത്രി അതിജീവിതയ്ക്ക് ഉറപ്പ് നൽകി. വിചാരണ കോടതി വിധിക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കാനുള്ള നടപടിക്രമങ്ങൾ പ്രോസിക്യൂഷൻ തുടരുകയാണ്. വിധിപ്പകർപ്പ് വിശദമായി പരിശോധിച്ചു. ഹൈക്കോടതിയിൽ നൽകാനുള്ള അപ്പീൽ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. സർക്കാർ അനുമതി കൂടി ലഭിച്ചാൽ അപ്പീൽ ഉടൻ ഫയൽ ചെയ്യുമെന്ന് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ V. അജകുമാർ പറഞ്ഞു. സൈബർ ആക്രമണങ്ങളെ ഭയക്കുന്നില്ലെന്നും അജകുമാർ കൂട്ടിച്ചേർത്തു. എത്രത്തോളം വേണമെങ്കിലും സൈബർ ആക്രമണം നടത്തിക്കോട്ടെ, പക്ഷേ
സൈബർ ആക്രമണം നേരിടാൻ നിവൃത്തിയില്ലാത്തവർ പല പരാതികളും കൊടുക്കുന്നുണ്ട്. ഞാൻ സൈബർ ആക്രമണം നേരിടാൻ തയ്യാറാണ്. 150% കോൺഫിഡൻസ്. അപ്പീൽ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഗൂഢാലോചന തെളിയിക്കാൻ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടതിന്റെ കൂടുതൽ വിവരങ്ങളും ഇന്ന് പുറത്തുവന്നു. കേസിൽ കുറ്റവിമുക്തനാക്കിയ ദിലീപും ഒന്നാം പ്രതി പൾസർ സുനിയും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചകൾ ശാസ്ത്രീയമായി തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചില്ല. കെട്ടിടങ്ങളിൽ കൂടിക്കാഴ്ച നടത്തിയെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയെങ്കിലും ഇത് തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കാൻ പരാജയപ്പെട്ടതും വിചാരണ കോടതിയിൽ തിരിച്ചടിയായി. 24 കൊച്ചി. IFFKയിൽ സിനിമകൾക്ക് പ്രദർശനാനുമതി നിഷേധിച്ച കേന്ദ്ര സർക്കാരിനെതിരെ നിലപാട് കടുപ്പിച്ച സംസ്ഥാന സർക്കാർ. അനുമതി നിഷേധിച്ച എല്ലാ സിനിമകളും മേളയിൽ പ്രദർശിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കേന്ദ്ര അനുമതി ലഭിച്ചില്ലെങ്കിലും പ്രദർശനവുമായി മുന്നോട്ടു പോകാനാണ് സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം. കഴിഞ്ഞ ദിവസമാണ് പലസ്തീൻ പ്രതിരോധം ഇതിവൃത്തമായതടക്കം 19 സിനിമകൾക്ക് കേന്ദ്രം പ്രദർശനാനുമതി നിഷേധിച്ചത്. 2 ദിവസങ്ങളിലായി റദ്ദ് ചെയ്യപ്പെട്ടത് 20-ലധികം പ്രദർശനങ്ങൾ. പലരും സിനിമ കാണാൻ കഴിയാതെ തിയേറ്ററിൽ നിന്ന് മടങ്ങി. IFFK വേദിയിൽ പ്രതിഷേധം നടന്നു. പിന്നാലെയാണ് സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം. എല്ലാ സിനിമകളും പ്രദർശിപ്പിക്കുമെന്ന് സാംസ്കാരിക മന്ത്രി സജി ചെറിയാന്റെ പ്രഖ്യാപനം. പിന്നാലെ കേന്ദ്ര നിലപാടിനെതിരെ രൂക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയനും സമൂഹമാധ്യമത്തിൽ പ്രതികരിച്ചു. സംഘപരിവാർ ഭരണകൂടത്തിന്റെ ഏകാധിപത്യ വാഴ്ചയുടെ നിർചിത്രമാണ് IFFKയിൽ ഉണ്ടായതെന്ന് മുഖ്യമന്ത്രി. ചിത്രങ്ങളുടെ സമയം പുനഃക്രമീകരിക്കുന്നതിനുള്ള പ്രശ്നങ്ങളടക്കം എത്രയും വേഗം പരിഹരിക്കാനാണ് ചലച്ചിത്ര അക്കാദമിയുടെ തീരുമാനം. സർക്കാരിന്റെ തീരുമാനം ധീരമെന്ന് സംവിധായകൻ മധുപാൽ. 19 സിനിമകൾ കാണിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ഒരവസ്ഥയിൽ നിന്നും മാറിയിട്ട് ഈ ചലച്ചിത്രങ്ങൾ കാണിക്കാമെന്ന് ധീരമായ ഒരു തീരുമാനമെടുത്ത ആദരണീയനായ സജി ചെറിയാൻ മിനിസ്റ്റർ ഏറ്റവും ഗംഭീരമായിട്ട് തീരുമാനം തന്നെയാണ് എടുത്തത്. വിഷയത്തിൽ ചലച്ചിത്ര അക്കാദമിയെ വിമർശിച്ച് സംവിധായകൻ ഡോക്ടർ ബിജു രംഗത്തെത്തി. സിനിമകൾക്ക് അനുമതി ലഭിക്കാതെ ഷെഡ്യൂൾ ചെയ്യുന്ന രീതി ശരിയല്ലെന്നായിരുന്നു വിമർശനം. ഡോക്ടർ ബിജുവിനെ തള്ളി ചലച്ചിത്ര അക്കാദമി മുൻ ചെയർമാൻ കമൽ രംഗത്തെത്തി. ഡോക്ടർ ബിജു പറഞ്ഞത് ശരിയല്ല. സാങ്കേതിക പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി മേളയെ വിമർശിക്കുന്നതിൽ കാര്യമില്ലെന്നും കമൽ പറഞ്ഞു. 24 തിരുവനന്തപുരം. നോക്കാം ശബരിമല വാർത്തകൾ. ശരണം സന്നിധാനം. ശരണം സന്നിധാനം കോ പവേർഡ് ബൈ രമേശ് RG നല്ലെണ്ണ. ആർജിക്കാം നല്ലൊരു പ്രാർത്ഥനാശീലം. കളർ മങ്ങാത്ത വൃത്തി. ലേക്രോൾ കാർ ഷാംപൂ. തരിതരിയായ GRB നെയ്. പ്യുവറാണ്, അത് ഷുവറാണ്. കോ സ്പോൺസർഡ് ബൈ BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. ശബരിമലയിൽ ഭക്തജന തിരക്ക് തുടരുകയാണ്. ഇന്ന് ഇതുവരെ ദർശനം നടത്തിയവരുടെ എണ്ണം 70,000 കടന്നു. 7,549 പേരാണ് സ്പോട്ട് ബുക്കിംഗ് വഴി ദർശനം നടത്തിയത്. ഇന്നലെ മാത്രം 1 ലക്ഷത്തോളം ഭക്തർ ദർശനത്തിനെത്തി. തീർത്ഥാടനം 1 മാസം പിന്നിടുമ്പോൾ ഇതുവരെ ആകെ ദർശനം നടത്തിയവരുടെ എണ്ണം 25 ലക്ഷം കവിഞ്ഞു. കഴിഞ്ഞ വർഷത്തേക്കാൾ 4 ലക്ഷം പേർ കൂടുതലായി സന്നിധാനത്തെത്തി. റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു. നാളെ വീണ്ടും കാണാം. ശുഭരാത്രി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.